ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു നാടൻ പലഹാരമായിട്ടുള്ള ഇലയടയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. ഞാനിവിടെ അരി കൊണ്ടല്ല ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനലിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഈ ചാനലിൽ 2 മുതൽ 4 മിനിറ്റ് ദൈർഘ്യമുള്ള കുക്കിംഗ് വീഡിയോസാണ് ഇടാറ്. ചാനൽ നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. ഗോതമ്പ് ഇലയട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 ഗ്ലാസ് വരുന്ന പോലെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ആശീർവാദിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആദ്യം കുറച്ച് ഉപ്പ് പൊടി ഇട്ടിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. അതിനുശേഷം ഞാൻ ഗോതമ്പ് പൊടി എടുത്ത അതേ ഗ്ലാസ്സിൽ അതേ അളവിൽ തന്നെ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഈ വെള്ളം മുഴുവൻ ആവശ്യമായിട്ട് വരില്ല, എത്ര ആവശ്യം വന്നെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഈ ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മൾ ചപ്പാത്തി മാവ് ഉണ്ടാക്കില്ലേ, ആ ഒരു പരുവത്തിലല്ല, കുറച്ചുകൂടി ലൂസായിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് എൻ്റെ കയ്യിലൊക്കെ ഒട്ടി വരുന്ന കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് ആവശ്യം വന്ന വെള്ളം 3/4 ഗ്ലാസ് ഗോതമ്പ് പൊടിക്ക് വെറും 1/4 ഗ്ലാസ് വെള്ളം മാത്രമേ ആവശ്യമായിട്ട് വന്നുള്ളൂ. ഈ മാവ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഈ സമയം കൊണ്ട് കുറച്ച് നാളികേരം ചിരവിയെടുക്കാം. അച്ചുവെല്ലാണെങ്കിൽ അത് ചീവിയെടുക്കണം. പിന്നെ ഏലക്ക ചതച്ചതും ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇലയൊക്കെ നിരത്തി കഴിഞ്ഞു. ഇനി മാവൊന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് തൊട്ട് പരത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ കയ്യിലൊട്ടാതെ നമുക്ക് വൃത്തിയിൽ പരത്തിയെടുക്കാൻ പറ്റും. ഇത് ഒരുപാട് കട്ടിക്ക് പരത്തണ്ട, ഒരു മീഡിയം തിക്നെസ്സിലാണ് ഞാനിപ്പോൾ പരത്തിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, തേങ്ങയുടെയും വെല്ലത്തിൻ്റെയും ഏലക്കയുടെയൊക്കെ, അത് പകുതി ഭാഗത്ത് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇല ഒന്ന് മടക്കിയെടുക്കുകയാണ്. ഇനി ഇത് ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു തട്ട് വെച്ചിട്ട് ഇലയിടകളൊക്കെ ഞാൻ നിരത്തി കഴിഞ്ഞു. അടച്ചു വെച്ചിട്ട് 7 മുതൽ 10 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ്. അരി കൊണ്ട് ഉണ്ടാക്കുന്ന ഇലയുടെയൊക്കെ ആണെങ്കിൽ 5-6 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. പക്ഷേ ഗോതമ്പ് ഇലയുടെ ആയതുകൊണ്ട് എന്തായാലും 9 മിനിറ്റെങ്കിലും നമ്മളൊന്ന് വേവിച്ചെടുക്കേണ്ടി വരും. ഇപ്പോൾ ഏകദേശം ആ ഒരു സമയമായപ്പോൾ ഞാൻ അടപ്പ് തുറന്ന് നോക്കി. ഇലയടകളൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ടാവും. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം ഇത് ഇലയിൽ നിന്ന് അടർത്തിയെടുക്കാം. അങ്ങനെ എല്ലാ ഗോതമ്പടയും നമുക്ക് നല്ല വൃത്തിയിൽ നന്നായി വെന്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരുന്നത് 3/4 ഗ്ലാസ് ഗോതമ്പ് പൊടിയായിരുന്നു. അതിന് ഏകദേശം എനിക്ക് 6 ഇലയുടെയാണ് ഉണ്ടാക്കാൻ പറ്റിയിരുന്നത്. ഇത് ചൂടോടുകൂടി തന്നെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതല്ല ആറിയാലും നന്നായിട്ട് തന്നെ ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരമാണ് ഉപയോഗിക്കുന്നതെങ്കിലും ഈ അട ഹാർഡായി പോകുന്നില്ല കേട്ടോ. ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ്. എന്തായാലും ഞാനൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.